ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് വരെയായിരുന്നു നമ്മൾ ചെയ്ത് നിർത്തിയത്. 21 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 21ാമത്തെ ചോദ്യം, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ്. ഓപ്ഷൻ എ ജർമ്മനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതുഅധിഷ്ഠിത വ്യവസായമാണ് ഏത്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഇരുമ്പയിര്, കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്, മാംഗനീസ് എന്നിവയാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്, മാംഗനീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് തമിഴ്നാട്ടിലെ പോർട്ട് നോവയിലാണ്. എവിടെയാണ്? തമിഴ്നാട്ടിലെ പോർട്ട് നോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് 1830. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ്. 1870 പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഏതൊക്കെ? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഈ 3 ഇരുമ്പുരുക്ക് ശാലകളും 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്ഥാപിതമായത്. ഏതൊക്കെയാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഇത് 3ഉം 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിതമായിട്ടുള്ളവയാണ്. ഇന്ത്യയുടെ 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാല ഏതാണ്? അത് ബൊക്കാറോ. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാലയാണ് ബൊക്കാറോ. ഈ ഭിലായ് സ്ഥാപിതമായത് 1959 റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോ ഭിലായുടെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? റഷ്യ. ഭിലായ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. 1959 ഭിലായ് സ്ഥാപിതമായത്. അതുപോലെ 1959 തന്നെ സ്ഥാപിതമായിട്ടുള്ളതാണ് റൂർക്കേലയും. റൂർക്കേല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ഇതിന്റെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ജർമ്മനി. 1962 ബ്രിട്ടന്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമായതാണ് ദുർഗാപൂര്. വർഷം എന്താണ്? 1962. ബ്രിട്ടന്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമായത് ഏതാണ്? ദുർഗാപൂര്. അതുപോലെ 1964 റഷ്യയുടെ സഹായത്തോടെ ജാർഖണ്ഡിൽ സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ. അപ്പൊ ബൊക്കാറോ സ്ഥാപിതമായത് 1964. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. സഹായിച്ച രാജ്യം റഷ്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? മംഗൾയാൻ. ചൊവ്വ ദൗത്യത്തിന്റെ പേര് മംഗൾയാൻ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. മാർസ് ഓർബിറ്റൽ മിഷൻ അഥവാ മോം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. MOM, മോം, മാർസ് ഓർബിറ്റൽ മിഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് സെന്റർ ISAC. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് സെന്റർ ആണ് മംഗൾയാൻ രൂപകൽപ്പന ചെയ്തത്. 2013 നവംബർ 5 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് PSLV-C-25 ഉപയോഗിച്ച് മംഗൾയാൻ വിക്ഷേപിച്ചത്. 2013 നവംബർ 5 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV-C-25 ഉപയോഗിച്ചിട്ടാണ് എന്ത് വിക്ഷേപിച്ചത്? മംഗൾയാൻ വിക്ഷേപിച്ചത്. 2014 സെപ്റ്റംബർ 24 ഇത് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്ന എന്നാണ്
2014 സെപ്റ്റംബർ 24. ചൊവ്വ പര്യവേക്ഷണം വിജയിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചൊവ്വ പര്യവേക്ഷണം വിജയിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. റഷ്യ, അമേരിക്ക, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവയാണ് മറ്റു 3 രാജ്യങ്ങൾ. റഷ്യ, അമേരിക്ക, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാല് അത് ഇന്ത്യയാണ്. ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇതുവരെയുള്ളതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം ഇന്ത്യയുടെ മംഗൾയാനാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യ രാജ്യവും ഇന്ത്യ തന്നെയാണ്. അപ്പൊ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാൻ. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യ രാജ്യം ഏതാണ്? അതും ഇന്ത്യ തന്നെയാണ്. ചൊവ്വ ദൗത്യത്തിന് ഇന്ത്യക്ക് സഹായം നൽകിയ രാജ്യം ഏതാ? ഫിജി. ചൊവ്വ ദൗത്യത്തിന് ഇന്ത്യക്ക് സഹായം നൽകിയ രാജ്യം ഫിജി. മംഗൾയാൻ വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ ആയിരുന്നു. മംഗൾയാൻ വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ ആരാണ്? കെ രാധാകൃഷ്ണൻ. പ്രോഗ്രാം ഡയറക്ടർ M അണ്ണാദുരൈ. പ്രോജക്ട് ഡയറക്ടർ S അരുണൻ. പ്രോഗ്രാം ഡയറക്ടർ ആരാണ്? M അണ്ണാദുരൈയും പ്രോജക്ട് ഡയറക്ടർ S അരുണനും. അതുപോലെ PSLV C-25 ഡയറക്ടർ P കുഞ്ഞികൃഷ്ണനായിരുന്നു. വിക്ഷേപണ വാഹനമായ PSLV C-25 ഡയറക്ടർ ആരായിരുന്നു? P കുഞ്ഞികൃഷ്ണൻ. ഈ മംഗൾയാൻ ദൗത്യം പ്രമേയമായിട്ട് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. അതാണ് മിഷൻ മംഗൾ. 2019 പുറത്തിറങ്ങിയ മിഷൻ മംഗൾ. അതിന്റെ സംവിധാനം ജഗൻ ശക്തിയാണ്. സംവിധാനം ചെയ്ത ആരാണ്? ജഗൻ ശക്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ചോദ്യം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യമാണ് ബ്രസീൽ. ബ്രസീലാണ് 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2022 G20 ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ ആയിരുന്നു. അതുപോലെ 2023 18ാമത് G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു. 2023 G20 ശ്രദ്ധ കേന്ദ്രീകരിച്ച 3 പ്രധാന മേഖലകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സമഗ്രവും സുസ്ഥിരവുമായ വികസനം, ഡിജിറ്റൽ പരിവർത്തനം, സുസ്ഥിര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയായിരുന്നു. അപ്പൊ 2023 G20 ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ച 3 സുപ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? സമഗ്രവും സുസ്ഥിരവുമായ വികസനം, ഡിജിറ്റൽ പരിവർത്തനം, സുസ്ഥിര അടിസ്ഥാന സൗകര്യങ്ങൾ. G20 പ്രതിനിധികൾക്ക് ഇന്ത്യ നൽകിയ 2 ലഘുലേഖകൾ ഏതൊക്കെയായിരുന്നു? ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസിയും ഇലക്ഷൻസ് ഇൻ ഇന്ത്യയും. G20 2023 G20 പ്രതിനിധികൾക്ക് നൽകിയ 2 ലഘുലേഖകളാണ് ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസിയും ഇലക്ഷൻസ് ഇൻ ഇന്ത്യയും. 2023 G20 അതിന്റെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആണ്. 2023 G20 ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത്. അതുപോലെ 2023 G20 ജൈവ ഇന്ധനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ വിഭാവനം ചെയ്ത സഖ്യമാണ് ആഗോള ജൈവ ഇന്ധന സഖ്യം അഥവാ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ്. ഏതാണ്? ജൈവ ഇന്ധനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇന്ത്യ വിഭാവനം ചെയ്ത സഖ്യം ഏതാണ്? ആഗോള ജൈവ ഇന്ധന സഖ്യം, ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ്. ഇന്ത്യ, US, ബംഗ്ലാദേശ്, ഇറ്റലി, ബ്രസീൽ, അർജന്റീന, മൗറീഷ്യസ്, UAE, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളായിരുന്നു ഈ സഖ്യത്തിൽ ഉള്ളത്. അപ്പൊ ഈ ആഗോള ജൈവ ഇന്ധന സഖ്യത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, US, ബംഗ്ലാദേശ്, ഇറ്റലി, ബ്രസീൽ, അർജന്റീന, മൗറീഷ്യസ്, UAE, ദക്ഷിണാഫ്രിക്ക. അതുപോലെ സിംഗപ്പൂരും കാനഡയും ഇതിന്റെ നിരീക്ഷക രാജ്യങ്ങളായിരുന്നു. നിരീക്ഷക രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സിംഗപ്പൂരും കാനഡയും. G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? പഥേർ പാഞ്ചാലി. 2023 G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായിരുന്നു പഥേർ പാഞ്ചാലി. ഇനി 2023 G20 ഉച്ചകോടിയുടെ
രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗിന്റെ വേദി ഏതാണെന്നറിയാമോ? കുമരകം. രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗിന്റെ വേദി കുമരകം. അതുപോലെ ആദ്യത്തെ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു. രണ്ടാമത് G20 എംപവർ മീറ്റിംഗിന്റെ വേദിയും തിരുവനന്തപുരമായിരുന്നു. വേദികൾ ഒന്നുകൂടെ പറയാം. 2023 G20 ഉച്ചകോടിയുടെ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗിന്റെ വേദി കുമരകം. അതുപോലെ ആദ്യത്തെ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പിന്റെ വേദി തിരുവനന്തപുരം. രണ്ടാമത് G20 എംപവർ മീറ്റിംഗിന്റെ വേദി അതും തിരുവനന്തപുരം തന്നെയായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറിന്റെ പേരെന്തായിരുന്നു? പ്രഗ്യാൻ. റോവറിന്റെ പേര് പ്രഗ്യാൻ. ലാൻഡറിന്റെ പേരെന്തായിരുന്നു? വിക്രം. ലാൻഡറിന്റെ പേര് വിക്രം എന്നായിരുന്നു. അപ്പൊ ചന്ദ്രയാൻ 3 ദൗത്യത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. വരുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായിട്ടും നമുക്ക് 1 മാർക്ക് നേടിത്തരാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് ചന്ദ്രയാൻ 3. അപ്പോ നമ്മുടെ ചാനലിൽ അതിന്റെ വീഡിയോ കിടപ്പുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. 2. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. 3. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത് അല്ലെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലല്ല, നേപ്പാളിലാണ്. 2020 ചൈനയും നേപ്പാളും ചേർന്ന് അംഗീകരിച്ച പുതിയ സ്റ്റാൻഡേർഡ് ഉയരം അനുസരിച്ച് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. അപ്പൊ എവറസ്റ്റ് കൊടുമുടിയുടെ പുതിയ ഉയരം 8848.86 മീറ്റർ ആണ്. സർവേ ഓഫ് ഇന്ത്യ 1954 അംഗീകരിച്ച എവറസ്റ്റിന്റെ ഉയരം എത്രയാ? അത് 8848 മീറ്റർ. 1954 സർവേ ഓഫ് ഇന്ത്യ അംഗീകരിച്ച എവറസ്റ്റിന്റെ ഉയരം 8848 മീറ്റർ ആയിരുന്നു. നേപ്പാളിലെ സാഗർമാത ദേശീയോദ്യാനത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? നേപ്പാളിലെ സാഗർമാത ദേശീയോദ്യാനത്തില്. അതുപോലെ നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത എന്ന് തന്നെയാണ്. നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് എന്താണ്? സാഗർമാത എന്നാണ്. ടിബറ്റിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് ചോമോലുങ്മ എന്നാണ്. ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ചോമോലുങ്മ. തുടക്കത്തില് സർവേ വകുപ്പ് പീക്ക് 15 എന്നാണ് എവറസ്റ്റിന് നൽകിയ പേര്. തുടക്കത്തിൽ സർവേ വകുപ്പ് എവറസ്റ്റിന് നൽകിയ പേരെന്തായിരുന്നു? പീക്ക് 15, പീക്ക് 15. ഇന്ത്യയിലെ സർവേയർ ജനറൽ ആയിരുന്ന സർ ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് എന്ത് പേര് നൽകിയത്? എവറസ്റ്റ് എന്ന പേര് നൽകിയത്. ഇന്ത്യയിലെ സർവേയർ ജനറൽ ആയിട്ട് ദീർഘകാല സേവനം അനുഷ്ഠിച്ചിരുന്ന സർ ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് ഇതിന് എവറസ്റ്റ് എന്ന പേര് നൽകിയത്. എവറസ്റ്റ് ദിനം എന്നാണ്? എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 29 ആണ്. എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മെയ് 29 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെയും ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. 2. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. 3. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഇവിടെ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2 എണ്ണമാണ്. ശ്രീലങ്കയും മാലിദ്വീപും. ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്.
ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. എന്നാൽ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്, ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയുടെ കരയാതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്റർ. 15,106.7 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കരയാതിർത്തി. NCERT പ്രകാരം ഇന്ത്യയുടെ കരയാതിർത്തി ഏകദേശം 15,200 കിലോമീറ്റർ ആണ്. NCERT പ്രകാരം എത്രയാണ്? 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 6,100 കിലോമീറ്റർ ആണ്. കടൽ തീര ദൈർഘ്യം എത്രയാണ്? 6,100 കിലോമീറ്റർ. ആൻഡോമാൻ നിക്കോബാറിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 7,517 കിലോമീറ്റർ. ആൻഡമാൻ നിക്കോബാറിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7,517 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 27. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. 2. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരസമതലം. 3. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്, അല്ലെ? പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതല്ല കോറമാണ്ടൽ തീരസമതലം എന്ന് പറയുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ളത് രണ്ടാമത്താണ്, ഓപ്ഷൻ ബി. ഇന്ത്യയുടെ തീരസമതലം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ സുന്ദർബൻസ് ഡെൽറ്റ വരെയാണ് വ്യാപിച്ചിടക്കുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ സുന്ദർബൻസ് ഡെൽറ്റ വരെയാണ് എന്ത് വ്യാപിച്ചിടക്കുന്നത്? ഇന്ത്യയുടെ തീരസമതലം. സ്ഥാനത്തിന്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ പശ്ചിമ തീരസമതലം അഥവാ പടിഞ്ഞാറൻ തീരസമതലം എന്നും പൂർവ്വ തീരസമതലം അഥവാ കിഴക്കൻ തീരസമതലം എന്ന് രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ്? സ്ഥാനത്തിന്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയകളുടെ അടിസ്ഥാനത്തില് ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? പശ്ചിമ തീരസമതലം അഥവാ പടിഞ്ഞാറൻ തീരസമതലം എന്നും പൂർവ്വ തീരസമതലം അഥവാ കിഴക്കൻ തീരസമതലം എന്നും. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ എന്തിനൊക്കെ ഇടയില്? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. താരതമ്യേന വീതി കുറഞ്ഞ തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ഇവിടെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. പടിഞ്ഞാറൻ തീരസമതലത്ത് എന്തൊക്കെ കാണപ്പെടുന്നു? കായലുകളും അഴിമുഖങ്ങളും. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? മൂന്നായിട്ട്. ഏതൊക്കെയാണത്? ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. ഇനി സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കൂടിയതാണ്. അപ്പം കിഴക്കൻ തീരസമതലത്തിന് എന്താണ്? വീതി കൂടുതലാണ്. ഇവിടെ ഡെൽറ്റകൾ കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഡെൽറ്റകൾ. അതുപോലെ കോറമാണ്ടൽ തീരസമതലം എന്നും വടക്കൻ സിർക്കാസ് എന്നും രണ്ടായിട്ട് കിഴക്കൻ തീരസമതലത്തെ തിരിച്ചിരിക്കുന്നു. കിഴക്കൻ തീരസമതലത്തെ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? രണ്ടായിട്ട്. കോറമാണ്ടൽ തീരസമതലം എന്നും വടക്കൻ സിർക്കാസ് എന്നും. കാൻഡ്ല, മുംബൈ, നവശേവ, മർമഗോവ,
മംഗലൂരു, കൊച്ചി തുടങ്ങിയവയാണ് പടിഞ്ഞാറൻ തീരസമതലത്തെ പ്രധാന തുറമുഖങ്ങൾ. അപ്പൊ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കാൻഡ്ല, മുംബൈ, നവശേവ, മർമഗോവ, മംഗലൂരു, കൊച്ചി. അങ്ങനെയെങ്കിൽ കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാ? കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങളാണ് ചെന്നൈ, തൂത്തുക്കുടി, പാരദീപ്, കൊൽക്കത്ത, വിശാഖപട്ടണം തുടങ്ങിയവ. ഏതൊക്കെയാണ് കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ? ചെന്നൈ, തൂത്തുക്കുടി, പാരദീപ്, കൊൽക്കത്ത, വിശാഖപട്ടണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. 2. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. 3. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 3ാമത്തത് തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയല്ല, ഏതാണ്? വന്ദേ മാതരമാണ്. അപ്പോ ഇന്ത്യയുടെ ദേശീയ പതാക ഏതാ? ത്രിവർണ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ദേശീയഗാനം നമ്മൾ പറഞ്ഞു ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം. ഇനി ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷ കലണ്ടർ. ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. അതേപോലെ ദേശീയ ചിഹ്നമാണ് സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ബംഗാൾ കടുവ അല്ലെ, റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ദേശീയ നദി ഗംഗയാണ്. ദേശീയ വൃക്ഷം പേരാൽ. ദേശീയ വൃക്ഷം ഏതാണ്? പേരാൽ. ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആന. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ദേശീയ ചിഹ്നം സിംഹമുദ്ര. ദേശീയ പക്ഷി മയിൽ. ദേശീയ മൃഗം ബംഗാൾ കടുവ. ദേശീയ നദി ഗംഗ. ദേശീയ വൃക്ഷം പേരാൽ. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ പൈതൃക മൃഗം ആന. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെയും ശരിയായിട്ടുള്ളതാണ്. നദീതീര പട്ടണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. 2. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. 3. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അയോധ്യ നഗരം സരയൂ നദീതീരത്താണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ സബർമതി നദീതീരത്താണ്. കൊൽക്കത്ത, ഹൗറ ഹൂഗ്ലി നദീതീരത്താണ്. കുറച്ച് നദീതീര പട്ടണങ്ങൾ കൂടെ നോക്കാം. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളാണ് ഗുവാഹത്തിയും ദിബ്രുഗഡും. അപ്പൊ ഗുവാഹത്തി, ദിബ്രുഗഡ് ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര നദിയുടെ. ഇനി നർമ്മദ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ഹോഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാൻഡ്ല. ഹോഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാൻഡ്ല ഏത് നദീതീരത്താണ്? നർമ്മദ നദീതീരത്ത്. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം ഏതാണ്? സൂററ്റ്. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് സൂററ്റ്. അതുപോലെ ഗോദാവരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് നാസിക്, നിസാമാബാദ്, ത്രയംബകേശ്വർ, രാജമുന്ദ്രി, ഭദ്രാചലം.
ഏതൊക്കെയാണ് ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങള്? നാസിക്, നിസാമാബാദ്, ത്രയംബകേശ്വർ, രാജമുന്ദ്രി, ഭദ്രാചലം. കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് വിജയവാഡയും അമരാവതിയും. വിജയവാഡ, അമരാവതി ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്ത്. അതുപോലെ ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ ഇതൊക്കെ കാവേരി നദീതീരത്തെ പട്ടണങ്ങളാണ്. ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ ഇതൊക്കെ എന്തിന്റെയാണ്? കാവേരി നദീതീര പട്ടണങ്ങളാണ്. കട്ടക് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? കട്ടക് നഗരം അത് മഹാനദീ തീരത്താണ്. മഹാനദീ തീരത്തെ പട്ടണമാണ് ഏത്? കട്ടക്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. 1. കേരളത്തിന് തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. 2. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. 3. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ഇവിടെ ശരിയല്ലാത്തത് ഏതാ? രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് ഏത്? ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. താലൂക്ക് ദേവികുളം, പഞ്ചായത്ത് മൂന്നാർ, വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, താലൂക്ക് ദേവികുളം, പഞ്ചായത്ത് മൂന്നാർ, വില്ലേജ് കണ്ണൻദേവൻ ഹിൽസുമാണ്. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാണ്? ആനമുടിയിൽ. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇതിന്റെ എല്ലാ ഉത്തരം എന്താണ്? ആനമുടി. ഇതിന്റെ എല്ലാ ഉത്തരം എന്താണ്? ആനമുടിയാണ്. എന്തൊക്കെയാണ് ചോദ്യങ്ങള്? ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതുപോലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതേപോലെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുമാണ് ആനമുടി. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.